പെട്ടെന്നൊരു ദിവസം ഭൂമിയിൽ സോംബി വൈറസ് ബാധിക്കുകയാണ്. അതിൽപ്പെട്ട് കുറേയധികം മനുഷ്യര് മരിച്ചുപോയി. ബാക്കി കുറച്ച് മനുഷ്യരെ അവശേഷിക്കുന്നുള്ളൂ. അതിൽപ്പെട്ടതാണ് നമ്മുടെ ടീംസ്. അങ്ങനെ 2 മനുഷ്യര് ബാക്കിയായി. അവര് നല്ല ബേസ്ബോൾ പ്ലേയേഴ്സ് ആണ്. എന്നാൽ അവർ 2 പേരേ ഉള്ളൂ. പോകുന്ന വഴിക്ക് തന്നെ വേറെ കുറച്ച് മനുഷ്യരെ കണ്ടുമുട്ടും. അപ്പൊ ഈ കണ്ടുമുട്ടിയ മനുഷ്യര് നല്ലവരാണോ അതോ മോശപ്പെട്ട ആൾക്കാരാണോ? ജീവനോട് ഇരിക്കാൻ വേണ്ടിയിട്ട് കൂടുള്ള ആൾക്കാരെ കൊല്ലുവോ? നമ്മുടെ ടീംസിന് എന്തൊക്കെ പറ്റി കാണും? അതൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ? നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് 2012 പുറത്തിറങ്ങിയ ദ ബാറ്ററീസ് എന്ന് പറയുന്ന മൂവിയാണ്. കഥയിലോട്ട് പോണതിന് മുമ്പ് ലൈക്ക് ചെയ്യാത്തൊരു ഒന്ന് ലൈക്ക് ചെയ്തേക്കോ. ഹൈപ്പ് ചെയ്താ അത്രയും ഉപകാരം. എന്നാ പിന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നവനാണ് മിക്കി. അവന്റെ പേര് മിക്കി എന്നാണ്. മിക്കി ഒരു ഹെഡ്ഫോണൊക്കെ വെച്ച് പാട്ട് കേട്ട് അവിടെ നിൽക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ അവന്റെ പാട്ട് കേൾക്കുന്ന ഹെഡ്ഫോണിന്റെ ബാറ്ററി തീർന്നുപോയി. അത് മാറ്റണം. അതുകൊണ്ട് തന്നെ അവിടെ പോയിരുന്ന ബാറ്ററി മാറ്റാണ്. ബാറ്ററി മാറ്റി കഴിഞ്ഞിട്ട് അവിടെ ഒരു വീടുണ്ടല്ലോ, ആ വീട്ടിന്റെ അകത്തോട്ട് നോക്കും. പെട്ടെന്ന് തന്നെ ഓർഡറാ, പിറകിന്ന് സോംബി വരുന്നെന്ന് വിളിച്ചു പറയും. അത് മറ്റാരല്ല, അവന്റെ കൂട്ടുകാരൻ തന്നെയാണ്, അവന്റെ ബഡ്ഡി ആയിട്ടുള്ള കൂട്ടുകാരൻ. ഇത് വിളിച്ചു പറഞ്ഞതുകൊണ്ട് തന്നെ മിക്കി അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ്. പിറകെ ഇറങ്ങി വന്ന കൂട്ടുകാരൻ ആ സോംബിനെ വെടിവെച്ച് കൊന്നുകളയും. അതായത് ഇവര് ജീവിക്കുന്നത് സോംബികളുള്ള ലോകത്താണ്. എപ്പോ വേണമെങ്കിലും ഇവരെ സോംബികൾ ആക്രമിക്കാം. അങ്ങനെ പേടിച്ചിട്ടാണ് ഇവര് ജീവിക്കുന്നത്. ഇവർ ഓരോ വീട്ടിലും കയറി ഓരോ സാധനങ്ങൾ, ഇവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ പരതുമ്പോൾ ആ വീട്ടിലൊക്കെ ചിലപ്പോൾ സോംബികൾ കാണാം. എന്നാൽ നമ്മുടെ മിക്കിക്ക് സോംബിനെ കൊല്ലാനായിട്ട് പേടിയാണ്. അവനെ കൊണ്ട് കഴിയില്ല. കൂട്ടുകാരന് മാത്രമേ കൊല്ലാനായിട്ട് കഴിയത്തുള്ളൂ. കൂട്ടുകാരനാണ് എല്ലാ സോംബീസിനെയും കൊന്നു കളയുന്നത്. ഇവരിങ്ങനെ റോഡിൽ കൂടെയൊക്കെ പോകുമ്പോൾ കാറുകളൊക്കെ ആൾക്കാർ ഉപേക്ഷിച്ച നിലയിൽ കിടക്കുന്ന കാണാം. ആ കാറിൽ നിന്ന് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അവരെടുക്കാറുണ്ട്. പിന്നീട് അവന്മാര് നടന്നൊരു സ്ഥലത്ത് ചെല്ലും. അവിടെ ചെന്നിരുന്ന് മിക്കി ലോട്ടറി ഉരയ്ക്കുകയാണ്. അവൻ എടുത്ത ലോട്ടറി ഉരയ്ക്കുകയാണ്. നോക്കുമ്പോൾ അവന് ലോട്ടറി അടിച്ചിട്ടുണ്ട്, കുറച്ച് പൈസ അടിച്ചിട്ടുണ്ട്. ഇത് കൂട്ടുകാരനോട് സന്തോഷപ്പെട്ട് പറയുമ്പോൾ ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ആരവർക്ക് ലോട്ടറിക്ക് പൈസ കൊടുക്കാനാണ്, എല്ലാം കഴിഞ്ഞു പോയി. അതുകൊണ്ട് തന്നെ കൂട്ടുകാരൻ കളിയാക്കും. ഇതിനുശേഷം ഇവരവരുടെ സമയം കളയുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ബേസ്ബോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞ് പ്രാക്ടീസ് ചെയ്യും. അല്ലാതെ അവർക്ക് വേറെ എന്റർടൈൻമെന്റ് ഒന്നുമില്ല. മിക്കിയുടെ ഒരു ഹെഡ്ഫോൺ ഉണ്ട്, അതിങ്ങനെ CD ഇട്ടിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അത് അവനൊരു എന്റർടൈൻമെന്റ് ആണ്. ആ പാട്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. പിന്നീട് അവന്മാർ 2 പേരും കൂടെ നടന്നിട്ട് ഒരു വീട്ടിൽ ചെല്ലും. ആളില്ലാത്തൊരു വീട്. അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് അറിയാനായിട്ട് വീട്ടിലേക്ക് കയറി നോക്കുന്നുണ്ട്. ഒന്നുമില്ല. പേടിച്ചിട്ടാണ് കയറുന്നത്. ഇനിയിപ്പോ വീട്ടിന്റെ അകത്തുനിന്ന് സോംബി വന്നാലോ? എന്നാലും സോംബിയൊന്നും ഇല്ല. 2 പേരും കൂടെ പുറത്തു വന്ന് മീനെ പിടിക്കുകയാണ്. മിക്ക അവിടെ ഇരിപ്പുണ്ട്, കൂട്ടുകാരൻ മീനെ പിടിക്കുന്നുണ്ട്. എന്നാൽ ഇവരാകെ കഴിക്കുന്നത് മീൻ മാത്രമാണ്. ഇവരുടെ ആകെ കഴിക്കാനായിട്ട് മീൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ മിക്കി അവന്റെ ഇരിക്കുന്ന ടിൻ മീൻ എടുത്ത് അവനെ എറിഞ്ഞു കൊടുക്കും. മൊത്തം മീനാന്ന് പറഞ്ഞിട്ട്. ഇനി മീൻ പിടിക്കേണ്ട കാര്യമില്ല, അവിടെ നിന്ന് വെറുതെ സമയം കളയുന്നതാണ്. എന്തായാലും അവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് വീട്ടിന്റെ പിൻഭാഗത്ത് ചെല്ലും. അവിടെ തന്നെ 2 സോംബികൾ കിടപ്പുണ്ട്, ചത്ത് കിടപ്പുണ്ട്. മിക്കി ഇത് കണ്ട് പേടിച്ച് ദേഷ്യപ്പെട്ട് കൂട്ടുകാരനോട് ചോദിക്കും, നീ അല്ലേടാ പറഞ്ഞ കാട്ടില് സോംബികളൊന്നും ഇല്ലാന്ന്? എന്നാൽ കൂട്ടുകാരൻ പറഞ്ഞു കൊടുക്കും, കാട്ടില് സോംബി ഇല്ലാന്നല്ല, സോംബികളുണ്ട്, എന്നാൽ അവരുടെ എണ്ണം കുറവായിരിക്കും. ഇവിടെ അധിക നേരം നിൽക്കുന്നത് അത്ര സേഫ് ആയിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ 2 പേരും കൂടെ പെട്ടിയും പാക്ക് ചെയ്ത് പോവാണ്. എങ്ങോട്ടെന്നൊന്നും ഇല്ല, അങ്ങനെ പോവാണ്. സർവൈവ് ചെയ്തല്ലേ പറ്റൂ. പോകുന്ന വഴിക്ക് തന്നെ ഒരു കാർ കിടപ്പുണ്ട്. ആ കാറിനകത്ത് ഒരു സോംബി ലേഡി ഇരിപ്പുണ്ട്. അവരിങ്ങനെ മുറുമുറുകുന്നുണ്ട്, ഒരുമാതിരി രീതിയിൽ അമറുന്നുണ്ട്. കൂട്ടുകാരൻ ചെന്നിട്ട് കാറിന്റെ ഡോറ് തുറന്നു കൊടുക്കും. സോംബി പുറത്തോട്ട് ഇറങ്ങി വരുമ്പോൾ ഷൂട്ട് ചെയ്ത് കൊന്നു കളയാണ്. പിന്നീട് അവന്മാർ 2 പേരും കൂടെ കാർ എടുത്തിട്ട് അവിടെ നിന്ന് പോകും. ആ കാർ സ്റ്റാർട്ട് ആവുന്നുണ്ട്, അതുകൊണ്ടാണ് എടുത്തിട്ട് പോകുന്നത്. അവന്മാർക്ക് 2 പേർക്കും ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ഇത്രയും നാൾ നടന്നു പോയിക്കൊണ്ടിരുന്നതാണ്, എന്നാൽ ഇപ്പൊ ഓടുന്നൊരു കാർ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കാർ ഓട്ടി ഒരു സ്ഥലത്ത് വരും. കാർ ഒതുക്കിയിട്ടേക്കാണ്. പുറത്ത് നല്ല മഴയും പെയ്യുന്നുണ്ട്. ഈ മഴ പെയ്യുന്ന സമയത്ത് അവൻ കാറിന്റെ സൺറൂഫ് ഒക്കെ തുറക്കുന്നുണ്ട്. മിക്കി. കൂട്ടുകാരൻ വഴക്ക് പറയും, മഴയത്താണോടാ സൺറൂഫ് തുറക്കുന്നതെന്ന്. ഇവൻ ഇപ്പൊ തുറക്കാൻ കാരണം വേറൊന്നുമല്ല, ഇവന്റെ പഴയ കാമുകീനെ ആലോചിച്ചിട്ടാണ്. അവന്റെ കാമുകിയുടെ കാര്യങ്ങള് കൂട്ടുകാരനോട് പറയാനായിട്ട് തുടങ്ങും. അതുമല്ല, ഇവനൊരു കാര്യം ആവശ്യപ്പെടും, കാമുകി താമസിച്ചിരുന്ന വീട്ടിൽ പോണോന്ന്. അങ്ങനെ കാമുകി താമസിച്ചിരുന്ന വീട്ടിലോട്ട് മിക്കിയുടെ ആഗ്രഹപ്രകാരം ഇവർ 2 പേരും ചെല്ലും. മിക്കി കാമുകിയുടെ റൂമിൽ അങ്ങനെ ഇരിക്കുകയാണ്. അവന് ഒരുപാട് വിഷമമുണ്ട്. ഈ സമയമെല്ലാം നമ്മുടെ പയ്യൻ, അതായത് കൂട്ടുകാരൻ, അവിടെ എല്ലാം പരതാണ്. എന്തേലും ആവശ്യമുള്ള സാധനങ്ങൾ കിട്ടുമെന്നേ. മിക്കി കുറെ നേരം കാമുകിയുടെ കട്ടിലിരുന്നതിന് ശേഷം അവളുടെ എന്തോ ഒരു ഡ്രസ്സ് എടുക്കുന്നുണ്ട്. അത് മണപ്പിച്ച് നോക്കുകയാണ്. അവൾ ഉപയോഗിക്കുന്ന സെന്റും എടുക്കുന്നുണ്ട്, അവളുടെ ഒരു ഓർമ്മയ്ക്കായിട്ട്. അതേ നേരം നമ്മുടെ കൂട്ടുകാരൻ താഴെ ഗ്യാരേജിൽ വന്നിട്ട് അവിടെ നിന്ന് 2 വാക്കി ടോക്കിയും സ്പാനറും വേറെ എന്തൊക്കെയോ സാധനങ്ങൾ എടുക്കുന്നുണ്ട്. അതും എടുത്ത് കാറിൽ കൊണ്ടുപോയി സെറ്റ് ചെയ്യും. അപ്പോഴായിരിക്കും അങ്ങോട്ട് മിക്കി ഇറങ്ങി വരുന്നത്. മിക്കി ഇപ്പം വന്നേക്കുന്നത് ബ്രഷും പേസ്റ്റും ആയിട്ടാണ്. ഒരു ബ്രഷ് അവന്റെയിലും ഉണ്ട്, മറ്റേ ബ്രഷ് എടുത്ത് കൂട്ടുകാരനും കൊടുക്കും പല്ല് തേക്കാനായിട്ട്. അങ്ങനെ 2 പേരും കൂടെ നിന്ന് പല്ല് തേക്കും. ഇവന്മാര് പല്ലൊക്കെ തേച്ചിട്ട് കുറെ നാളായി. ഇപ്പൊ പല്ല് തേക്കേണ്ട കാര്യമൊന്നുമില്ല, ആരുടെടുത്തും പോകുന്നൊന്നുമില്ലല്ലോ, ഇവന്മാർ 2 പേരേ ഉള്ളൂ. അങ്ങനല്ല, എന്നാലും ഒരു വൃത്തി കാണാം. പല്ലൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് ആ കാറിന്റെ ബാക്ക് ഭാഗം മിക്കിയെ വിളിച്ച് കൂട്ടുകാരൻ കാണിച്ചു കൊടുക്കും. അതിനകത്ത് ഒരുപാട് സ്ഥലമുണ്ട്. അപ്പൊ അതിനകത്ത് കിടന്നുറങ്ങാൻ പറ്റും. ഉറങ്ങണമെങ്കിൽ എന്ത് ചെയ്യണം? തലേണയും ബെഡ്ഷീറ്റൊക്കെ വേണം. അതിനിപ്പോ കാമുകിയുടെ വീട്ടിൽ നിന്ന് എടുക്കണം. കാമുകിയുടെ തലേണയും ബെഡ്ഷീറ്റും എടുത്തോണ്ട് വരാൻ പറയുമ്പോൾ മിക്കിയും എവനും കൂടെ പോയി ആ ബെഡ്ഷീറ്റൊക്കെ എടുത്തോണ്ട് വന്ന് കാറിന്റെ പിറകിൽ സെറ്റ് ചെയ്യാണ്. കാറിൽ കിടന്നുറങ്ങാൻ പറ്റുന്ന രീതിയിൽ. പിന്നീട് ഇവന്മാർ 2 പേരും കൂടെ ആ വീട്ടിൽ വന്നിരിക്കും. മിക്കിക്ക് ഇവിടെ
നിന്ന് പോകാനായിട്ട് താല്പര്യമില്ല. കാമുകിയുടെ ഓർമ്മകൾ അവനെ വിട്ടു പോകുന്നില്ല. അതുകൊണ്ട് തന്നെ കുറച്ചു ദിവസം ഇവിടെ നിന്നൂടെന്ന് ചോദിക്കും. എന്നാൽ കൂട്ടുകാരൻ സമ്മതിക്കില്ല. ഇവന്മാർ ഇതിനു മുമ്പ് ഏതോ വീട്ടില് 3 മാസം പെട്ട് കിടപ്പുണ്ടായിരുന്നു. അതുപോലെ ആവുമെന്ന് പറയുമ്പോൾ മിക്കിയും തിരിച്ച് വഴക്കിടും. എന്തായാലും വഴക്കിട്ടിട്ട് കാര്യമില്ലല്ലോ, കുറച്ചുകൂടെ ഇവിടെ കറങ്ങി നടക്കാന്ന് വിചാരിച്ചിട്ട് രണ്ടുപേരും കൂടെ കറങ്ങാനായിട്ട് ഇറങ്ങും. കാർ എടുക്കുന്നില്ല, ഈ ചുറ്റുഭാഗം ഒന്ന് പരിശോധിക്കാനാണ്. അങ്ങനെ പരിശോധിച്ച് കുറെ പശുക്കളൊക്കെ പോകുന്നതായിട്ട് കാണും. ഈ സോംബി അപ്പോക്കലിപ്സിന് ശേഷം പശുക്കളൊക്കെ ജീവനോടുണ്ട് കേട്ടോ. അവരൊന്നും സോംബി ആയിട്ടില്ല, അവരൊക്കെ പുല്ല് നിന്ന് അങ്ങനെ നടക്കുകയാണ്. ഇതൊക്കെ കണ്ടിട്ട് ഇവന്മാരിങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ നടക്കും. പിന്നീട് ഇവന്മാർ രണ്ടുപേരും കൂടെ കാറിന്റെ അടുത്ത് വരും. മിക്കി എന്തോ അവൻ എടുത്തോണ്ട് വന്ന് വാക്കി ടോക്കി, അതായത് കൂട്ടുകാരൻ എടുത്തോണ്ട് വന്ന് വാക്കി ടോക്കി റെഡിയാക്കുന്നുണ്ട്. അത് ഹെഡ്ഫോൺ തലയിൽ വെച്ചിട്ടാണ്. പിന്നാലെ കൂട്ടുകാരൻ വന്ന് അവനെ പേടിപ്പിക്കും. ഈ ഹെഡ്ഫോൺ ഇങ്ങനെ വെക്കാൻ പാടില്ല, ഒരു ദിവസം സോംബികൾ വന്ന് നിന്നെ കൊന്നു കളയുമെന്ന് പറയും. എന്നാൽ മിക്കി അതൊന്നും മൈൻഡ് ആകുന്നില്ല. അവൻ ഏകയുള്ള ആശ്വാസം ആ ഹെഡ്ഫോൺ മാത്രമാണ്. വേറെ ആരുമില്ല അവന്. ഇവർ രണ്ടുപേരേ ഉള്ളൂ. ഭയങ്കര ബോറടി ആയിരിക്കും. അതുകൊണ്ടാണ് ആ ഹെഡ്ഫോൺ കൂടെ കൊണ്ട് നടക്കുന്നത്. അങ്ങനെ വാക്കി ടോക്കി ശരിയാക്കിയിട്ട് കൂട്ടുകാരന്റെ കൊടുക്കും. കൂട്ടുകാരനോട് ദൂരോട്ട് പോയി സംസാരിക്കാൻ പറയും. ഇത് എന്തുമാത്രം ദൂരം കിട്ടുമെന്ന് അറിയാനായിട്ട്. അങ്ങനെ സംസാരിക്കുന്ന നേരത്ത് ഈ വാക്കി ടോക്കിയിലോട്ട് വേറെ 2 ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. ഒരു സ്ത്രീയും ഒരു പുരുഷനും. ഇവര് സെറ്റ് ചെയ്ത ഫ്രീക്വൻസിയിൽ വേറെ ആരൊക്കെയോ ഇതേപോലെ വാക്കി ടോക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവർക്കും അത് കേൾക്കാൻ പറ്റുന്നത്, സംസാരിക്കാൻ പറ്റുന്നത്. അവരെന്തോ എവിടെ പോകുന്ന കാര്യമാണ് പറയുന്നത്. ഈ സ്ത്രീയും പുരുഷനും ഓരോ കാര്യങ്ങൾ കഴിക്കാൻ കിട്ടാനായിട്ട് 2 വഴിക്ക് പരതാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇവർ സംസാരിക്കുന്നത്. ഇതിന്റെ ഇടയിൽ മിക്കി കയറി സംസാരിക്കും, ഞങ്ങളും ഇതുപോലെ 2 മനുഷ്യരുണ്ടെന്ന്. എന്നാൽ അതിനകത്തുള്ള പുരുഷൻ യവന്മാരോട് അടുത്തോട്ട് വരാൻ പാടില്ല, നമ്മളെ തേടി വരാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. നമ്മൾ ഒരുപാട് കഷ്ടപ്പെടും, എന്ത് ജോലി വേണമെങ്കിലും ചെയ്തോളാം, മീൻ പിടിക്കാൻ അറിയാം, കുക്ക് ചെയ്യാൻ അറിയാന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് കേൾക്കുന്നില്ല. മിക്കിനോടൊന്നും ഇവരെ തേടി വരാൻ പാടില്ല എന്ന് തന്നെ പറയും. അതായത് ആ സ്ത്രീക്കും പുരുഷനും താല്പര്യമില്ല അവരെ കൂടെ കൂട്ടാനായിട്ട്. അതുകൊണ്ടാണ് അങ്ങനെ പെരുമാറിയത്. എന്നാൽ കൂട്ടുകാരനും വലിയ താല്പര്യമില്ല മറ്റേ ആൾക്കാരുമായിട്ട് ചേരാനായിട്ട്. പക്ഷെ മിക്കിക്ക് നല്ല താല്പര്യമുണ്ട് അവരുമായിട്ട് ചേരാനായിട്ട്. കാരണം ഇവർ രണ്ടുപേരും ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, കൂട്ടുകൂടാനായിട്ട് വേറെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. എന്തായാലും മിക്കി വീണ്ടും വോക്കി ടോക്കിയിലോട്ട് സംസാരിക്കുന്നുണ്ട്. അതിനകത്തുള്ള സ്ത്രീയോടാണ് സംസാരിക്കുന്നത്. ആ സ്ത്രീയുടെ പേര് ആനി എന്നാണ്. ആനി, ഞാൻ പറയുന്നത് കേൾക്കാമോ എന്ന് ചോദിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ആ പുരുഷനെ മൈൻഡ് ആക്കുന്നില്ല. സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് രണ്ടുപേരും അവിടെ വന്നിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. അതിന്റെ ഇടയിൽ കൂട്ടുകാരൻ അവനെ കളിയാകും. ഇവനിപ്പം ആനിയെ വിളിക്കാൻ കാരണം അതിനകത്തൊരു പെൺകുട്ടി ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ്. ആ പെൺകുട്ടിയായിട്ട് ഫ്രണ്ട്ഷിപ്പ് സ്ഥാപിക്കാനായിട്ടാണ് അവൻ അവരുടെ കൂടെ ചേരാന്ന് പറഞ്ഞത്. ഇതും പറഞ്ഞ് കൂട്ടുകാരൻ കളിയാക്കും. എന്നാലും മിക്കിക്ക് അത് വലുതായിട്ട് ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. എന്തായാലും എമ്മ രണ്ടുപേരും കൂടെ അവരെ തപ്പി ഇറങ്ങും ഇവരെവിടെ ഉണ്ടെന്ന് അറിയാനായിട്ട്. മിക്കിയുടെ ഏറ്റവും വലിയ സംശയം അവരേതോ ഹോട്ടലിലാണെന്നാണ്. കാരണം അവര് പറഞ്ഞത് വേക്കൻസി ഇല്ലെന്നാണ്. ഹോട്ടലിൽ താമസിക്കുന്ന ആൾക്കാരില്ലേ അങ്ങനെ പറയാറ്. അപ്പോൾ ഒരു ഹോട്ടലിൽ പോയി തപ്പും. കൂട്ടുകാരൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് മിക്കിക്ക് ഭയങ്കര നിർബന്ധമാണ്. അങ്ങനെ അവിടെ പോയി തുറക്കുമ്പോൾ കുറെ സോംബീസ് പുറത്തോട്ട് ഇറങ്ങി വരും. പക്ഷേ മിക്കിക്ക് സോംബിനെ ഉപദ്രവിക്കാനൊന്നും കഴിയില്ല. അവന് സോംബീസിനെ ഒരുപാട് പേടിയാണ്. അതുകൊണ്ട് ഓടി വന്ന് കാറിൽ കയറും. കൂട്ടുകാരൻ കുറെ ചീത്തയൊക്കെ പറഞ്ഞ് ബേസ് ബാറ്റും എടുത്ത് പുറത്തോട്ട് ഇറങ്ങും സോംബീസിനെ അടിക്കാനായിട്ട്. ഇതിന്റെ ഇടയിൽ തന്നെ ഉമ്മാര് തമ്മിൽ വഴക്കാവുന്നുണ്ട്. എന്തിനാ പോയി ഡോറ് തുറന്നത്, നീ കാരണമാണ് ഈ സോംബീസിനെ കൊല്ലേണ്ടി വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. സത്യം പറഞ്ഞാല് മിക്കിക്ക് സോംബീസിനെ കൊല്ലാനായിട്ട് താല്പര്യമില്ല. എന്നാൽ മറ്റവനാണെങ്കിൽ ഏത് സോംബിനെ കണ്ടാലും കൊന്നു കളയും. മിക്കി അതുകൊണ്ട് തന്നെ സോംബിനെ കൊല്ലാൻ പാടില്ല എന്ന് പറയുമ്പോൾ കൂട്ടുകാരൻ സോംബിനെ പട്ടിയെ തല്ലുന്ന പോലെ തല്ലും. ഈ സോംബിക്ക് വലിയ സ്പീഡൊന്നുമില്ല, അടിച്ച് നശിപ്പിക്കാന്നേ ഉള്ളൂ. സോംബീസിനെയൊക്കെ അടിച്ചു കൊന്നിട്ട് എമ്മ രണ്ടുപേരും കൂടെ ഒരു സ്ഥലത്തോട്ട് പോകും. കൂട്ടുകാരനാണെങ്കിൽ ഏതോ ഒരു തോട്ടിൽ കുളിക്കാനായിട്ട് പോകും. മിക്കിനെ അവിടെ ഒറ്റയ്ക്കാക്കിയിട്ട്. മിക്കി അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. കൂട്ടുകാരൻ തോട്ടിൽ നിന്ന് മുഴുവനെയാണ് കുളിക്കുന്നത്, അതും വിളിച്ചു കൂവിയിട്ട്. ആരും ഇല്ലല്ലോ, ഡ്രസ്സിന്റെ ആവശ്യമൊന്നുമില്ല, അതുകൊണ്ട് തന്നെ നേക്കഡായിട്ട് നിന്നാണ് കുളിക്കുന്നത്. ഈ സമയം നമ്മുടെ പയ്യൻ മിക്കി കാറിൽ കിടന്ന് ഉറങ്ങുമല്ലേ, ആ നേരം അങ്ങോട്ട് ഒരു സോംബി വരുന്നുണ്ട്, ഒരു പെൺ സോംബി. ആ സോംബി വന്ന് കാറിൽ നോക്കി ഇങ്ങനെ മുറുമുറുക്കാണ്. ഇത് കണ്ടിട്ടാണ് അവൻ ഞെട്ടി എണീക്കുന്നത്. അവൻ നോക്കുമ്പോൾ സോംബി അവിടെ നിൽക്കുന്നു. ആദ്യം ആ സോംബിനെ കണ്ടൊന്ന് പേടിക്കും. കൂട്ടുകാരനെ വിളിക്കാനായിട്ട് ശ്രമിക്കും. എന്നാൽ കൂട്ടുകാരൻ ഇവിടെ ഇല്ല. അവിടെ ഒരു സ്റ്റിക്കി നോട്ടിൽ അവൻ പുറത്തോട്ട് പോവാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്ത് എന്ന് അറിയാൻ പാടില്ല എന്ന് നിൽക്കുമ്പോൾ ഈ സോംബിക്ക് അകത്തോട്ട് കയറാനൊന്നും പറ്റുന്നില്ല. അതിന് അത്ര ശക്തിയൊന്നുമില്ല. ഇവൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ, ആ പെൺ സോംബിനെ നോക്കിയിരുന്ന് അവിടെ ഇരുന്ന് മാസ്റ്റർബേറ്റ് ചെയ്യാണ്. അതിനെ കണ്ടാലേ ഛർദ്ദിക്കാൻ വരും. എന്തായാലും അതിനെ നോക്കിയിരുന്ന് മാസ്റ്റർബേറ്റ് ചെയ്യാണ്. കാരണം ഇവൻ മനുഷ്യരെയൊക്കെ കണ്ടിട്ട് ഒരുപാട് നാളായല്ലോ, അതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ ആണ്. ആ സോംബി ആണെങ്കിൽ ഇവനെ ഇപ്പൊ കയ്യിൽ കിട്ടിയ കടിച്ചു കൊല്ലും എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. എന്നാൽ ഇവനാണെങ്കിൽ ഭയങ്കര വികാരത്തോടു കൂടിയാണ് നിൽക്കുന്നത്. ആ നേരം സോംബിയുടെ തലയിൽ ഒറ്റ പൊട്ടലാണ്. ഒന്നുമല്ല, കൂട്ടുകാരൻ കുളിച്ചു കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോ ഈ കാര്യം കണ്ടു. സോംബിനെ കൊന്നു കളഞ്ഞു. കൂട്ടുകാരൻ നോക്കുമ്പോ എന്തോ കാണുന്നത്, ഇവൻ കാറിന്റെ അകത്തിരുന്ന് എന്തോ ചെയ്യാണ്. കൂട്ടുകാരൻ ഇത് കണ്ട് അവനെ കളിയാക്കിയിട്ട് അവിടെ നിന്ന് മാറിപ്പോവും. ഞാൻ പിന്നെ വന്ന് നിന്നെ കണ്ടോളാന്ന് പറഞ്ഞിട്ട്. കൂട്ടുകാരൻ വരെ ഇത് കണ്ട് നാണിച്ചു പോയി. പിന്നീട് അവന്മാർ രണ്ടുപേരും കൂടെ ആ കാട്ടിൽ പരതി ഒരു വീട് കണ്ടെത്തും. രണ്ടുപേരും അതിനകത്ത് കയറി നോക്കാണ്. പേടിച്ചിട്ടാണ് കയറി നോക്കുന്നത്. അതിനകത്ത് വല്ല സോംബി ഉണ്ടെങ്കിലോ. നോക്കുമ്പോ സോംബിയൊന്നുമില്ല. കൂട്ടുകാരൻ അവിടെ ഇരിക്കുന്ന എന്തൊക്കെയോ സാധനങ്ങളൊക്കെ എടുത്ത് മാറിയിരിക്കും. ഈ സമയം മിക്കി അതിന്റെ അകത്ത് കയറിയിട്ട് ഒരു റൂം കണ്ടെത്തും. അതിന്റെ അകത്തൊരു കട്ടിലും കിടപ്പുണ്ട്. അത് കാണുമ്പോൾ
നോക്കുമ്പോൾ അവൻ അതിനകത്ത് കിടന്നുറങ്ങണം എന്നുള്ള ഒരു തോന്നൽ വരുന്നുണ്ട്. പുറത്തിരിക്കുന്ന കൂട്ടുകാരനോട് വന്ന് ദേഷ്യപ്പെടുകയാണ്. നമ്മൾ എത്ര നാൾ ഇങ്ങനെ ഓടി നടക്കും, ഇന്നത്തെ രാത്രിയെങ്കിലും എനിക്ക് ഇവിടെ കിടന്നുറങ്ങണം. ഒരു മനുഷ്യൻ എങ്ങനെയാണോ കിടന്നുറങ്ങുന്നത് അതുപോലെ കിടന്നുറങ്ങണമെന്ന് പറഞ്ഞ് അവൻ വഴക്കിടും. ഇവന്റെ ഈ വഴക്ക് കാരണം കൂട്ടുകാരന് സമ്മതിക്കും, ഇന്നൊരു ദിവസം ഇവിടെ കിടന്നുറങ്ങാന്നേ. കാരണം ഇവർ ഒരുപാട് നാളായി വീട്ടിലേക്ക് കിടന്നുറങ്ങിയിട്ട്. അപ്പോൾ ആഗ്രഹം കാണത്തില്ല വീട്ടിൽ കിടന്നുറങ്ങണമെന്ന്. മിക്കിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവൻ ഒരുപാട് ഡിപ്രസ്ഡ് ആണ്. പിന്നീട് മിക്കി ആ കട്ടിലിൽ തന്നെ കിടന്നുറങ്ങും. പകലാണ് കേട്ടോ. ഉറക്കത്തിൽ നിന്ന് എണീറ്റ് നോക്കുമ്പോൾ അവന്റെ ഹെഡ്ഫോൺ കാണാനില്ല. അതുകൊണ്ട് തന്നെ പുറത്തോട്ടിറങ്ങി ചെല്ലും. അവിടെ കൂട്ടുകാരനെ ഹെഡ്ഫോണൊക്കെ വെച്ച് എന്തോ അമ്പും ബില്ലും റെഡിയാക്കാണ്. അവനോട് ചെന്ന് വഴക്കിടും, ആരെടുത്ത് ചോദിച്ചിട്ട് എന്റെ ഹെഡ്ഫോൺ എടുത്തെന്ന്. എന്നാൽ കൂട്ടുകാരൻ അത് തിരിച്ചു കൊടുക്കാനായിട്ട് ഒരു മനസ്സ് വരുന്നില്ല. ഒരു ദിവസം ഞാൻ ഉപയോഗിച്ചിട്ട് തിരിച്ചു തരാന്ന് പറയും. അവനാണെങ്കിൽ വഴക്കിടുന്നുണ്ട് മിക്കി. കൂട്ടുകാരൻ അവന് കുറച്ച് ഉപദേശമൊക്കെ കൊടുക്കും. എപ്പോഴും ഈ ഹെഡ്ഫോൺ ഇങ്ങനെ വെക്കാൻ പാടില്ല, ബാറ്ററി തീർന്നു, അതുമല്ല സോംബീസ് പിറകിൽ നിന്ന് ഒന്ന് ആക്രമിക്കുമെന്ന്. ഇതൊക്കെ കേട്ട് അവൻ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് മാറിപ്പോവാണ്. കൂട്ടുകാരൻ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ അമ്പും ബില്ലും വിട്ട് കളിക്കുകയാണ്, അതും പാട്ട് കേട്ടുകൊണ്ട്. അന്ന് രാത്രി ആവുന്ന സമയത്ത് മിക്കി ഉറങ്ങാനായിട്ട് പോവാണ്. ഉറങ്ങണേ മുമ്പ് അവൻ വോക്കി ടോക്കി എടുത്ത് അതിനകത്ത് സംസാരിക്കുന്നുണ്ട്. ആനിയോട് സംസാരിക്കുന്നുണ്ട്. ആനി തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഇപ്പൊ കുറെ ദിവസമായിട്ടുണ്ട് അവൻ വോക്കി ടോക്കിയിൽ സംസാരിച്ചിട്ട്. എന്നാൽ അവര് റെസ്പോണ്ട് ചെയ്യുന്നില്ലല്ലോ. അവള് റെസ്പോണ്ട് ചെയ്യുമെന്ന് വിചാരിച്ച് വോക്കി ടോക്കിയിൽ സംസാരിച്ച് കിടക്കാണ്. കുറച്ച് കഴിയുമ്പോൾ അവൻ വിചാരിച്ചതുപോലെ തന്നെ അവൾ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. അവൾ അവനോട് പറയും, ഇനി എന്നെ കോണ്ടാക്ട് ചെയ്യാൻ പാടില്ല. എന്നോട് കോണ്ടാക്ട് ചെയ്യുവാണെങ്കിൽ ഇവിടെയുള്ള ആൾക്കാർ എന്നോട് ദേഷ്യപ്പെടുകയാണ്, എന്നോട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാനായിട്ട് പറയാണ്. അതുകൊണ്ട് നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്, എന്നെ കണ്ടുപിടിക്കാനോ കോണ്ടാക്ട് ചെയ്യാനായിട്ടോ ശ്രമിക്കല്. ഇതും പറഞ്ഞിട്ട് അവൾ വോക്കി ടോക്കി കട്ട് ചെയ്യും. ഇവൻ അവളോട് സംസാരിക്കാനായിട്ട് നോക്കുന്നുണ്ട്, എന്നാലും നടക്കുന്നില്ല. അവൾ കട്ട് ചെയ്തു. ഈ നേരം കൂട്ടുകാരനാണെങ്കിൽ മദ്യമൊക്കെ കുടിച്ച് പാട്ട് കേട്ട് ഡാൻസ് കളിക്കുകയാണ്. അങ്ങനെ ഡാൻസ് കളിക്കുന്ന സമയത്ത് എന്തോ ഒരു ശബ്ദം കേൾക്കും. ആ ശബ്ദം കേട്ടെടുത്തോട്ട് ചെന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് തന്നെ സീൻ കട്ടുകയാണ്. പിറ്റേ ദിവസം കാണിക്കുവാണെങ്കിൽ കൂട്ടുകാരൻ മിക്കീനെ നോക്കി നിൽക്കുകയാണ്. മിക്കീനെ നോക്കി കഴിഞ്ഞിട്ട് പുറത്തോട്ട് ഇറങ്ങിപ്പോവും. ചെന്ന് നോക്കുമ്പോഴാവട്ടെ ഇന്നലെ ശബ്ദം കേട്ടില്ലേ, അതൊരു സോംബി ആയിരുന്നു. ആ സോംബിനെ പിടിച്ച് അവിടെ കെട്ടിവെച്ചിട്ടുണ്ട്. പിന്നീട് എന്താ നടക്കുക, ആ സോംബിയും പിടിച്ച് നേരെ മിക്കിന്റെ റൂമിൽ കൊണ്ടുവന്ന് വിടും. എന്നിട്ട് മിക്കി എണീക്കെന്ന് പറഞ്ഞ് ഡോറും പുറത്തുനിന്ന് കുറ്റിയിടും. മിക്കിക്ക് ഈ സോംബീസിനെ ഒരുപാട് പേടിയാണല്ലോ. ആദ്യത്തെ വട്ടം സോംബീസിനെ ഒന്ന് കൊല്ലുവാണെങ്കിൽ പിന്നീട് അതങ്ങ് റെഡി ആയിക്കോളും. അവ സോംബീസിനെ കൊന്നുകൊള്ളും. അതുകൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്തത്. കൂട്ടുകാരൻ ഇതൊരു തമാശയാണ്. മിക്കി ഒരുപാട് പേടിച്ച് പുറത്തോട്ടിറങ്ങാനായിട്ട് ശ്രമിക്കുമെങ്കിലും കൂട്ടുകാരൻ വിടില്ല. ഡോറ് നല്ല മുറുകെ തന്നെ അടച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു ബേസ് ബാറ്റും അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ബേസ് ബാറ്റ് എടുത്ത് മിക്കി സോംബീസിനെ അടിച്ചു കൊന്നു. കൂട്ടുകാരൻ ഡോറ് തുറക്കുമ്പോൾ ഈ കാര്യമാണ് കാണുന്നത്. എന്നാൽ ആ സോംബീസിനെ കൊന്നത് കൊണ്ട് തന്നെ മിക്കിക്ക് ഒരുപാട് ദേഷ്യമായി. കൂട്ടുകാരന്റെ അടുത്തോട്ട് വന്നിട്ട് കൂട്ടുകാരനെ പൊതിരെ തല്ലും. അവന്റെ മൂക്കടിച്ച് പൊടിച്ചിട്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്, ആകെ പ്രാന്ത് പിടിച്ചതുപോലെ. പിന്നാലെ തന്നെ കൂട്ടുകാരനും ചെല്ലും. അവന്റെ മൂക്ക് പൊട്ടിയെങ്കിലും മിക്കി അവന്റെ കൂട്ടുകാരനല്ലേ, അതുകൊണ്ട് തന്നെ വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറല്ല. പുറത്ത് നല്ല മഴയും പെയ്യുന്നുണ്ട്. പോയി കുളിച്ച് റെഡിയാവ്, ഷർട്ട് ഇട്ടിട്ട് പുറത്തിറങ്ങുന്നു പറയുമ്പോൾ അവൻ കേൾക്കുന്നില്ല. ഇപ്പം മിക്കിയുടെ വിഷമം വേറൊന്നുമല്ല, അവൻ ആ പെൺകുട്ടീനെ കോണ്ടാക്ട് ചെയ്തു, എന്നാൽ അവളുടെ പിന്നാലെ ചെല്ലാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ലേ, അതാണ് അവന്റെ പ്രശ്നം. അതുമല്ല അവളെ പിടിച്ച് പുറത്താക്കിയെന്നാ ഇവന് തോന്നുന്നത്. എന്നാൽ പുറത്താക്കിയിട്ടൊന്നുമില്ല. ഇനി അവനുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ പുറത്താക്കുമെന്നേ പറഞ്ഞിട്ടുള്ളൂ അവളുടെ കൂടുള്ള ആൾക്കാരെ. അതെന്താ അങ്ങനെ പറഞ്ഞെന്ന് അറിയത്തില്ല. അങ്ങനെ പിറ്റേ ദിവസം ആവുകയാണ്. ഇവന്മാർ ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നുണ്ട്. മിക്കി നല്ല മൂഡ് ഓഫ് ആണ്. കഴിഞ്ഞ ദിവസം ഒരു സോംബിനെ കൊന്നില്ലേ, എന്തായാലും ഇവന്മാർ രണ്ടുപേരും കൂടെ ഒന്ന് ബേസ്ബോൾ എറിഞ്ഞ് കളിക്കും. അതിന്റെ ഇടയിൽ കൂട്ടുകാരൻ അവനെ സമാധാനിപ്പിക്കും. നീ പേടിക്കണ്ടാ, നിനക്ക് വേണ്ടി ഞാൻ നല്ലൊരു പെൺകുട്ടീനെ കണ്ടെത്തും. ഒരു പെൺകുട്ടിയൊന്നും അല്ലല്ലോ ഈ ലോകത്തുള്ളത്, എവിടെയെങ്കിലും ഏതെങ്കിലുമൊക്കെ പെൺകുട്ടികൾ അവശേഷിക്കുന്നുണ്ടാവും, നിനക്ക് വേണ്ടി ഞാൻ കണ്ടെത്തി തരുമെന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കും. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ബേസ്ബോൾ എറിഞ്ഞ് കളിക്കുകയാണ്. അങ്ങനെ ദിവസങ്ങൾ കഴിയുമ്പോൾ ഇവന്മാർ ഒരു ആപ്പിൾ തോട്ടത്തിൽ വരും. അവിടെ തന്നെ കുറെ ആപ്പിൾ ഉണ്ട്. ആ ആപ്പിളൊക്കെ പിച്ചി തിന്ന് ആ ആപ്പിൾ എടുത്ത് ബേസ്ബോൾ കളിച്ച് അങ്ങനെ സമയം കളയാണ്. ഇവന്മാർ രണ്ടുപേരേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരുപാട് ബോറടിയാണ്. പിന്നീട് ഇവന്മാർ കാർ എടുത്ത് അവിടെ നിന്ന് യാത്ര തിരിക്കും. പോകുന്ന വഴി ഒരു കാറ് വഴിയിൽ കിടക്കുന്നതായിട്ട് കാണും. അതിനകത്ത് പെട്രോൾ ഉണ്ടെങ്കിൽ ഊറ്റിയെടുക്കാന്ന് വിചാരിച്ചിട്ട് ഇവന്മാർ രണ്ടുപേരും കൂടെ ഇറങ്ങി ചെല്ലും. മിക്കി കാറിന്റെ ബോണറ്റിൽ തൊട്ടു നോക്കുന്ന സമയത്ത് ബോണറ്റിൽ നല്ല ചൂടുണ്ട്. അതിനർത്ഥം ഇവിടെ ആരൊക്കെ ഉണ്ടെന്നാണ്, ഈ കാറിൽ ആരൊക്കെയോ വന്നിട്ടുണ്ടെന്നാണ്. കൂട്ടുകാരൻ വിളിച്ചു ചോദിക്കും ആരെങ്കിലും ഉണ്ടോന്ന്. എന്നാൽ വിളിയൊന്നും കേൾക്കുന്നില്ല. ആ നേരം മിക്കിയുടെ ചെറിയൊരു മുറിവലി കേൾക്കാം. നോക്കുമ്പോൾ മറ്റൊന്നുമല്ല, ഒരാളെ മിക്കിയുടെ കഴുത്തിൽ കത്തി വെച്ചിട്ടുണ്ട്. അവനെ കൊല്ലും, വണ്ടിയുടെ ചാവി കൊടുക്കാൻ പറഞ്ഞിട്ട്. ഈ വണ്ടി കേടായിട്ട് ഒതുക്കിയതാണ്. ഇപ്പൊ കൂട്ടുകാരൻ തോക്കെടുത്ത് മറ്റേ ആളുടെ നേരെ ചൂണ്ടും, എന്നാലും നടക്കില്ല. മിക്കിയുടെ കഴുത്തിൽ കത്തി വെച്ചിട്ടുണ്ട്. മിക്കിയുടെ കഴുത്തിൽ കത്തി വെച്ചിട്ട് താക്കോല് കൊടുത്തില്ലെങ്കിൽ കൊന്നു കളയെന്ന് പറഞ്ഞിട്ടാണ് ഭീഷണിപ്പെടുത്തുന്നത്. എന്നാൽ കൂട്ടുകാരൻ പറയും, നിന്നെ കൊണ്ട് അതിന് കഴിയില്ല, നീ അവനെ കൊല്ലില്ല, നീ അവനെ കൊന്നിട്ട് എന്ത് ചെയ്യാനാണ്, അവനെ കൊന്ന ഉടനെ ഞാൻ തോക്കെടുത്ത് നിന്നെ ഷൂട്ട് ചെയ്യുമെന്ന്. ഇത് കേൾക്കുമ്പോൾ മറ്റവനും കറക്റ്റ് ആണെന്ന് തോന്നും. എന്നാൽ നീ എനിക്ക് താക്കോല് തന്നില്ലെങ്കിൽ അവന്റെ കണ്ണ് കുത്തിയെടുക്കുമെന്ന് പറഞ്ഞിട്ട് കണ്ണിനകത്തോട്ട് കത്തി കുത്തി ഇറക്കാനായിട്ട് നിൽക്കുകയാണ്. ആ മനുഷ്യൻ ഇപ്പൊ ഇങ്ങനെ പെരുമാറാനായിട്ട് കാരണം മറ്റൊന്നുമല്ല, ഇയാളോട് ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇയാൾക്കൊരു ട്രക്കും പെട്രോളും അതുപോലെ തന്നെ ഗണ്ണും കൊടുക്കാന്ന്. എന്നാൽ ഈ പറഞ്ഞ ആൾക്കാർ കൊടുത്തിട്ടില്ല. ഇയാൾക്ക് ഇയാളുടെ ഫാമിലിനെ കാണാനായിട്ട് പോകണം. അതിനായിട്ടാണ് ഈ കാറ് തട്ടിയെടുക്കാനായിട്ട് നോക്കുന്നത്. ഇയാൾ ഇത് പറയുമ്പോൾ എനിക്ക് എന്റെ ഭാര്യയും മക്കളും കാണാൻ പോകണമെന്ന് പറയുമ്പോൾ കൂട്ടുകാരൻ
സമാധാനപ്പെടുത്തും. വേണ്ട, ഞാൻ നിങ്ങൾ എവിടെയാണെന്ന് വെച്ചാൽ കൊണ്ടാക്കാം, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾക്ക് കാറല്ലേ വേണ്ടത്, നിങ്ങളുടെ പേരെന്താന്നൊക്കെ ചോദിച്ച് സമാധാനപ്പെടുത്താനായിട്ട് നോക്കുന്നുണ്ട്. എന്നാൽ ഇയാൾ കേൾക്കുന്നില്ല. അവൻ ഇപ്പൊ കുത്തി കൊല്ലുമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ കൂട്ടുകാരൻ സമ്മതിക്കും. ഞാൻ തോക്ക് ദൂരോട്ട് എറിയാം, അതുപോലെ തന്നെ താക്കോലും തരാം. താക്കോല് കാറിന്റെ അകത്ത് ഇരിപ്പുണ്ട്. മിക്കീനെ വെറുതെ വിട്ടിട്ട് നിങ്ങൾ കാറിൽ കയറിക്കോ എന്ന് പറയും. അതേപോലെ തന്നെ അയാൾ മിക്കീനെ വെറുതെ വിട്ടിട്ട് കാറിൽ കയറുന്നുണ്ട്. കാറിൽ കയറുമ്പോഴാണ് വേറൊരു ടെസ്റ്റ്. കൂട്ടുകാരന്റെ കയ്യിലാണ് താക്കോല്, വണ്ടിക്ക് അത് താക്കോലില്ല. ഇപ്പൊ മിക്കീനെ വെറുതെ വിട്ടല്ലോ. ഇയാൾക്ക് മനസ്സിലായി ഇയാളുടെ കാര്യത്തിൽ തീരുമാനമായെന്ന്. അവിടെ നിന്ന് ഇറങ്ങി ഓടും. പക്ഷേ കൂട്ടുകാരൻ വെറുതെ വിടത്തില്ല. പിന്നാലെ ചെന്ന് തോക്കെടുത്ത് ഒറ്റ പൊട്ടിയിലാണ്. അയാൾ അവിടെ തന്നെ മറിഞ്ഞു വീഴുന്നുണ്ട്. വീണ്ടും അടുത്തോട്ട് ചെന്നിട്ട് അയാൾ അവിടെ തന്നെ വെച്ച് ഷൂട്ട് ചെയ്ത് കൊന്നു കളയും. കാരണം ഇവരെ ദ്രോഹിക്കാൻ നോക്കിയ ഒരു മനുഷ്യനല്ലേ, ഇവര് വെറുതെ വിടുവോ? ഇല്ല. അതുകൊണ്ട് തന്നെ കൂട്ടുകാരൻ കൊന്നു കളഞ്ഞതിന് ശേഷം തിരിച്ച് മിക്കിയുടെ അടുത്ത് വരും. മിക്കി ആണെങ്കിൽ കൂട്ടുകാരനോട് ഒരുപാട് ദേഷ്യപ്പെടും. കാരണം ഒരാളെ കൊന്നില്ലേ, അതുകൊണ്ടാണ്. എന്നാൽ കൂട്ടുകാരന് മനസ്സിലാവത്തില്ല. ഇപ്പൊ അയാൾ അവരെ ഉപദ്രവിക്കാൻ നോക്കിയതല്ലേ. എന്നിട്ട് അയാളെ സപ്പോർട്ട് ചെയ്ത് പറയുന്നത് കൊണ്ട് തന്നെ നിനക്കെന്താ വയ്യെന്ന് ചോദിക്കും. ആ സമയം ദൂരന്നായിട്ട് ഒരു ട്രക്ക് വരുന്നുണ്ട്. അതിനകത്ത് മനുഷ്യരുണ്ട്. കൂട്ടുകാരൻ പേടിച്ച് തോക്കെടുക്കും. ഇനിയിപ്പോ ഇത് എന്ത് പുകിലാണെന്ന് അറിയാൻ പാടില്ലല്ലോ. ആ ട്രക്കിനകത്തൊരു സ്ത്രീ ഉണ്ട്. ആ സ്ത്രീ പേടിക്കണ്ടെന്ന് പറയും. ഇത് കേൾക്കുന്ന കൂട്ടുകാരനും ചെറുതായിട്ട് പേടിച്ച് നിൽക്കുന്നുണ്ടെങ്കിലും ഷൂട്ട് ചെയ്യുന്നൊന്നുമില്ല. ആ സ്ത്രീ പതിയെ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങി വരും. കൂടെ തന്നെ ഒരു പുരുഷനും ഉണ്ട്. അവന്റെ കയ്യിൽ തോക്കുണ്ട്. ഇവര് നമ്മുടെ ടീംസിനെ ഉപദ്രവിക്കുന്നില്ല, പകരം ആ കാർ എടുക്കാൻ വന്നതാണ്. ഈ മനുഷ്യൻ ഇവരുടെ നിന്ന് കാറ് മോഷ്ടിച്ചുകൊണ്ട് വന്നതാണ്, അതുകൊണ്ട് എടുക്കാൻ വന്നതാണ്. ഇപ്പൊ കാർ എടുത്തിട്ട് ആ ലേഡി അവിടെ നിന്ന് തിരിച്ചു പോകാനായിട്ട് നിൽക്കും. മിക്കി പരമാവധി പറഞ്ഞു നോക്കുന്നുണ്ട്, പോവല്ലേ, ഞങ്ങൾ കൂടെ വരുന്നുണ്ടെന്നേ. എന്നാൽ ആ ലേഡി കേൾക്കുന്നില്ല. കാർ എടുത്തിട്ട് അവിടെ നിന്ന് പോകാൻ നിൽക്കുമ്പോൾ മിക്കി വിളിച്ചിട്ട് ചോദിക്കും, നീയല്ലേ ആനി, നീയല്ലേ എന്നോട് വാക്കി ടോക്കിൽ സംസാരിക്കുന്നതെന്ന്. ഇത് കേൾക്കുമ്പോൾ ആനിക്ക് ഒരുപാട് ദേഷ്യം വന്നിട്ട് നമ്മുടെ കൂട്ടുകാരന്റെ കാലിലോട്ട് ഷൂട്ട് ചെയ്യും. മിക്കി പറഞ്ഞതുകൊണ്ട് തന്നെ കൂടെയുള്ള കൂട്ടുകാരന്റെ കാലിലോട്ട് ഷൂട്ട് ചെയ്യും. കൂട്ടുകാരൻ തളർന്ന് തറയിൽ വീഴാണ്. അവന്റെ കാൽ ഒരുപാട് വേദനിച്ചു. എന്നിട്ട് യവന്മാരോട് കാറിന്റെ താക്കോല് ചോദിക്കും. മറ്റൊന്നുമല്ല, ഇവര് പോകുന്നതിന്റെ പിന്നാലെ അവര് ഫോളോ ചെയ്ത് ചെല്ലാതിരിക്കാനായിട്ടാണ്. ഇപ്പൊ വേറെ വഴിയില്ല, അതുകൊണ്ട് താക്കോൽ എടുത്ത് കൊടുക്കാണ്, ഇല്ലെങ്കിൽ ഇവള് കൊന്നു കളയും. താക്കോൽ എടുത്ത് കൊടുക്കുമ്പോൾ ഇവളാ താക്കോലുമായിട്ട് പോകാൻ നിൽക്കുമ്പോൾ കൂട്ടുകാരൻ വിളിച്ചു പറയും, കണ്ടോടാ മിക്കി, നിന്റെ ഉറക്കം കളഞ്ഞ പെൺകുട്ടിയാണ് ആ പോകുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഇവരെയൊന്നും വിശ്വസിക്കാൻ പാടില്ല എന്ന്. എന്നിട്ട് നീ കേട്ടോ. ഇത് കേൾക്കുമ്പോൾ അവൾക്ക് തന്നെ കുറ്റബോധം അടിച്ചിട്ട് പുറത്തോട്ടിറങ്ങി വരും. എനിക്ക് നിങ്ങളുടെ വണ്ടിയൊന്നും വേണ്ട, ഇന്നാടാ പിടിച്ചോന്ന് പറഞ്ഞിട്ട് ആ ചാവി എടുത്ത് ദൂരോട്ട് എറിയും. അവൾക്ക് ഇത്ര മാത്രമേ ഉള്ളൂ, ഏമാര് അവരുടെ പിന്നാലെ ഫോളോ ചെയ്ത് ചെല്ലാൻ പാടില്ല. അതുകൊണ്ട് താക്കോൽ എടുത്ത് തൊട്ടടുത്തുള്ള കാട്ടിൽ ഇറങ്ങിയിട്ട് ആ പുരുഷന് സ്ത്രീ അവിടെ നിന്ന് വണ്ടി എടുത്ത് പോകും. ഏമാർ രണ്ടുപേരും അവിടെ പെട്ടുപോയി. പിന്നീട് മിക്കി ചെന്ന് കാട്ടില് അന്വേഷിക്കുന്നുണ്ട് താക്കോൽ എവിടെ നിന്നെങ്കിലും കിട്ടുമെന്ന്. എന്നാൽ അന്വേഷിച്ചിട്ട് കിട്ടുന്നില്ല. രാത്രി ആയിട്ടുണ്ട്. കൂട്ടുകാരൻ തിരിച്ചു വിളിക്കും, മതി, നമുക്ക് നാളെ പരിശോധിക്കാന്ന്. അങ്ങനെ എമ്മാർ രണ്ടുപേരും കൂടെ കാറിൽ പോയി കിടന്നുറങ്ങുകയാണ്. രാത്രിയാവുന്ന സമയത്ത് എമ്മാർ ഉറങ്ങിയതിനു ശേഷം പുറത്തുനിന്ന് എന്തൊക്കെ ശബ്ദങ്ങൾ കേൾക്കാണ്. എമ്മാർ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീറ്റ് നോക്കുമ്പോൾ പുറത്ത് മൊത്തം സോംബീസ്. അതിങ്ങനെ വളഞ്ഞിട്ടുണ്ട് എമ്മാരെ കടിച്ചു കീറാനായിട്ട്. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. അത് രണ്ടോമാരെ നിൽക്കുകയാണ്. താക്കോലില്ലാതെ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ പറ്റത്തില്ല. അതുമല്ല കാറിന്റെ പുറത്ത് ഇറങ്ങാൻ പറ്റത്തില്ല. പുറത്തിറങ്ങി എന്താ സോംബീസ് കടിച്ചു കീറും. പിറ്റേ ദിവസമായിട്ടും ആ സോംബീസ് പോയിട്ടില്ല. ഇവർക്ക് താക്കോല് കണ്ടുപിടിക്കണമെങ്കിൽ കാറിന്റെ പുറത്തിറങ്ങണം. അത് നടക്കത്തില്ല. അങ്ങനെ ആകെ പെട്ടിരിക്കുകയാണ്. മിക്കിയോട് കൂട്ടുകാരൻ ദേഷ്യപ്പെടും. കാരണം ഇവൻ കാരണമാണല്ലോ ഇതെല്ലാം നടന്നത്. ആ ഒരു പെൺകുട്ടിയെ തേടി ഇറങ്ങിയത് കൊണ്ടാണ് ഇതെല്ലാം നടന്നത്. ഇവനോട് ആദ്യമേ പറഞ്ഞായിരുന്നു പുറത്തുള്ള ആൾക്കാരെ വിശ്വസിക്കാൻ പാടില്ല എന്ന്. ഇനി വഴക്കിട്ടിട്ട് കാര്യമില്ല, അതുകൊണ്ട് വഴക്ക് സ്റ്റോപ്പ് ആക്കുകയാണ്. കൂട്ടുകാരൻ പരമാവധി വണ്ടിയുടെ സൺറൂഫ് തുറന്നിട്ട് കുറേയധികം സോംബീസിനെ ഷൂട്ട് ചെയ്ത് കൊല്ലാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ എത്രയെന്ന് പറഞ്ഞ് ഷൂട്ട് ചെയ്യും. സോംബീസ് അതിക്രമിച്ച് മണ്ടലോട്ട് കയറി വരാനായിട്ട് ശ്രമിക്കും. കാറിന്റെ താഴെ ഇറങ്ങിയിട്ട് സൺറൂഫ് അടയ്ക്കുകയാണ്. വേറെ വഴിയില്ല. അങ്ങനെ അവന്മാർ ഒരുപാട് മണിക്കൂർ അതിനകത്ത് സ്പെൻഡ് ചെയ്യാണ്. കുടിക്കാനായിട്ട് വെള്ളം, കഴിക്കാനായിട്ട് ഭക്ഷണമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞു പോകുന്നുണ്ട്. രാത്രിയാവുന്ന സമയത്ത് മിക്കിക്ക് കിടക്കാനായിട്ട് പറ്റുന്നില്ല. ചുറ്റുമുള്ള സോംബീസ് ഒരുമാതിരി ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്, മുറു മുറു എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ അവനവന്റെ ഹെഡ്ഫോൺ എടുത്തു വെച്ചിട്ടാണ് സമാധാനം കണ്ടെത്തുന്നത്. പിറ്റേന്നാവുമ്പോൾ എമാർ രണ്ടുപേരും കൂടെ ആ കാറിന്റെ ചുറ്റും തുണിയൊക്കെ ഇട്ട് മൂടുകയാണ്. ഈ സോംബീസിനെ കാണാതിരിക്കാനായിട്ട്. ഇതിനെ കാണുമ്പോഴേ മനം മറിയും. അതുകൊണ്ടാണ് എമാരിട്ട് മൂടുന്നത്. കുറെ അധികം സോംബീസ് ഉണ്ട്. ഒരു കൂട്ട സോംബീസ് എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും അതൊക്കെ മൂടിയിട്ട് സമാധാനമായിട്ട് ഇരിക്കുകയാണ്. എമാർക്ക് പുറത്തിറങ്ങണമെന്നുണ്ട്, പക്ഷെ നടക്കില്ല, ചുറ്റും സോംബീസ് ആണ്. അങ്ങനെ ആ ഒരു ദിവസം കള്ളൊക്കെ കുടിച്ച് കളയാണ്. എമാറിൽ കുടിക്കാനായിട്ട് മദ്യമൊക്കെ ഉണ്ട്, അതൊക്കെ കുടിച്ച് കളയാണ്. പിന്നെ ബോറടിക്കുന്നത് കൊണ്ട് തന്നെ റോക്ക് പേപ്പർ സിസർ കളിച്ചിട്ടാണ് കള്ള് കുടിക്കുന്നത്. പിന്നെ എമാരുടെ വെള്ളമൊക്കെ തീർന്നു പോയിട്ടുണ്ട് കേട്ടോ. 2-3 ദിവസമായില്ലേ. അതിനെന്താ ചെയ്യുന്നത്, ഇവരുടെ കഴിക്കാനായിട്ട് ക്യാൻ്റെ ഫുഡുണ്ട്, അതിന്റെ വെള്ളമൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. അതൊക്കെ കുടിച്ചിട്ടാണ് ഇവന്മാര് ജീവിക്കുന്നത്. പിന്നെ മൂത്രം ഒഴിച്ച് ഒരു ക്യാനിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. ഇനിയിപ്പോ യൂസ് വന്നാലോ അറിയാൻ പാടില്ല. ഒരു ദിവസം കൂടെ കഴിയാണ്. അന്നത്തെ ദിവസം ഇവന്മാർക്ക് അതിനകത്ത് അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ പറ്റുന്നില്ല. കുറെ ദിവസമായില്ലേ. അതുപോലെ കൂട്ടുകാരനെ ഇറങ്ങി ഓടാനൊന്നും പറ്റത്തില്ല, ചുറ്റും സോംബീസ് ഉണ്ട്. ഇപ്പൊ മിക്കിക്ക് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോയേ പറ്റൂ. മിക്കി ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് സൺറൂഫ് തുറന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. കൂട്ടുകാരൻ സൺറൂഫ് അടയ്ക്കുകയാണ്. മിക്കി പോയത് മറ്റൊന്നിനുമല്ല, ആ പോയ താക്കോൽ എടുത്തോണ്ട് വരാനാണ്. ആ പെൺകുട്ടി എടുത്ത് ഇറങ്ങി ആ താക്കോലില്ലേ അത് എടുത്തോണ്ട് വരാനായിട്ട്. മിക്കി പോയതിനു ശേഷം കൂട്ടുകാരൻ ഒരുപാട് നേരം അതിനകത്തിരിക്കും. കുറെ 2-3 മണിക്കൂർ
അതിനകത്ത് ഇരിക്കുന്നുണ്ട്. അവൻ എപ്പം വരും എന്നുള്ളൊരു ചിന്തയിലിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ അവന്റെ പേര് പുറത്തുനിന്ന് ആരോ വിളിക്കുന്നുണ്ട്. മനസ്സിലായി മിക്കി വന്നിട്ടുണ്ടെന്ന്. പെട്ടെന്ന് തന്നെ സൺറൂഫ് തുറന്ന് അവനെ അകത്തോട്ട് കയറ്റാണ്. അകത്തോട്ട് കയറി മിക്കിക്കാണെങ്കിൽ എന്തോ ഒരു പേടി പോലെ. അവൻ നല്ല പരിഭ്രാന്തനാണ്, നല്ല രീതിയിൽ പേടിക്കുന്നുണ്ട്. എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ അവന്റെ കൈയെടുത്ത് കാണിച്ചു കൊടുക്കും. അവന്റെ കയ്യിൽ ഒരു സോംബി കടിച്ചിട്ടുണ്ട്. അവനും പെട്ടെന്ന് തന്നെ സോംബിയായി മാറും. അത് കൂട്ടുകാരന് മനസ്സിലായി. ഇനി വേറെ വഴിയില്ല. കൂട്ടുകാരൻ തോക്കെടുത്ത് ചൂണ്ടും അവനെ കൊല്ലാനായിട്ട്. എന്നാൽ കൂട്ടുകാരനെ കൊണ്ട് കഴിയുന്നില്ല. ഇത്രയും ദിവസം ഒരുമിച്ച് കഴിഞ്ഞ മനുഷ്യരല്ലേ, എന്നെ കൊല്ലല്ലേ എന്ന് മിക്കി ആവതും പറഞ്ഞു നോക്കുന്നുണ്ട്. എന്നാൽ കൂട്ടുകാരന് വേറെ മാർഗ്ഗമില്ല. കുറച്ചുകൂടെ കഴിയുമ്പോൾ അവ സോംബിയായി മാറും. ഇവനെ തന്നെ കടിച്ചു കൊല്ലും. അതുകൊണ്ട് തന്നെ കൂട്ടുകാരൻ ഒറ്റ പൊട്ടിയിലാണ്. മിക്കി അവിടെ തന്നെ മരണപ്പെട്ടു പോകുന്നുണ്ട്. അവനെ കൊന്നതിനു ശേഷം കൂട്ടുകാരൻ അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. അവന്റെ ആ മൃതദേഹത്തിന്റെ അടുത്തിരിക്കുകയാണ്. ചെയ്തത് തെറ്റായി പോയെന്ന് മനസ്സിലായി. എന്നാൽ അവന് വേറെ മാർഗ്ഗമില്ല. അവൻ കുറെ നേരം അങ്ങനെ ചിന്തിച്ചിരുന്നു. അതിനുശേഷം അവൻ തോക്കൊക്കെ എടുത്ത് റെഡിയാക്കുകയാണ്. എന്തോ ബേസ്ബോളിന്റെ നൂലൊക്കെ എടുക്കുന്നുണ്ട് അവന്റെ ദേഹത്ത് കെട്ടാനായിട്ട്. അതുപോലെ വോക്കി ടോക്കി എടുത്ത് അതിനകത്ത് സംസാരിക്കുന്നുണ്ട്. ഇവന് നന്നായിട്ട് അറിയാം ഓപ്പോസിറ്റുള്ള ആൾക്കാർ അത് കേൾക്കുന്നുണ്ടെന്ന്. ആ പെൺകുട്ടീനെ തേടി ഇവൻ വരും. ഇനിയിപ്പം ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയില്ലെങ്കിൽ, എന്നെ സോംബി കടിക്കുവാണെങ്കിൽ തലയിൽ ഷൂട്ട് ചെയ്ത് അവൻ തന്നെ മരിക്കും. ഇനിയിപ്പോ പുറത്തിറങ്ങിയാൽ അവളെ വന്ന് കൊന്നു കളയെന്ന് പറഞ്ഞ് മിരട്ടുന്നുണ്ട്. അവര് കേൾക്കുന്നുണ്ട്, തിരിച്ച് റിപ്ലൈ ചെയ്യുന്നില്ല. ആ പെൺകുട്ടി കാരണമല്ലേ ഇതൊക്കെ സംഭവിച്ചത്. ആ താക്കോൽ എടുത്ത് എറിഞ്ഞത് കൊണ്ട് തന്നെ. പിന്നീട് എന്താ, ഇവൻ ഈ മൂടി വെച്ചേക്കുന്ന ബെഡ്ഷീറ്റൊക്കെ എടുത്ത് മാറ്റും. പുറത്തുനിന്ന് വെളിച്ചം കയറുന്നത് കൊണ്ട് തന്നെ അവന്റെ കണ്ണിനൊന്നും താങ്ങാൻ പറ്റുന്നില്ല. കുറെ ദിവസമായി വെളിച്ചം കണ്ടിട്ട്. പതിയെ അഡാപ്റ്റ് ആവത്തുള്ളൂ. നോക്കുമ്പോൾ ചുറ്റും സോംബീസ് കുറവാണ്, അധികമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ഡിക്കി തുറന്ന് പുറത്തോട്ടിറങ്ങി പോകുന്ന സമയത്ത് അവന്റെ പിന്നാലെ തന്നെ ഒരു കൂട്ടം സോംബീസും പോകുന്നുണ്ട്. വലിയ സോംബീസ്, ചെറിയ സോംബീസ്, കുട്ടി സോംബീസ്, അച്ഛ സോംബി, അമ്മ സോംബി, അങ്ങനെ കുറെ സോംബീസ് ഉണ്ട്. അതെല്ലാം അവനെ ഫോളോ ചെയ്ത് പോകുന്നതായിട്ട് കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവി ഇവിടെ അവസാനിക്കുന്നു. പിന്നീട് എന്ത് നടക്കുമെന്ന് നമ്മൾ ഊഹിച്ചെടുത്തോണം. ചിലപ്പം അവൻ ആ പെൺകുട്ടീനെയും കൂട്ടരെയും പോയി കണ്ടുപിടിച്ച് അവരെ കൊന്നു കളഞ്ഞേക്കാം. അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് തന്നെ അവനെ സോംബി കടിച്ച് കൊന്നേക്കാം. എന്തായാലും അതൊക്കെ നമ്മുടെ ക്രിയേറ്റിവിറ്റിയാണ്. ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് അനുസരിച്ചിരിക്കും. എന്നാ പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതിനു മുമ്പ് ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ. അപ്പോൾ ഓക്കെ, ബൈ.